പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷം തീവ്രമായി തുടരുന്നുണ്ട്. യുദ്ധത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ് ഇരു രാജ്യങ്ങളും. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ ലോകരാഷ്ട്രങ്ങളെല്ലാം അപലപിച്ചു. അതിനിടയിലാണ് ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ നാറ്റോ രാജ്യമായ തുർക്കി പാകിസ്ഥാന് സൈനിക സഹായം നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ആയുധങ്ങളുമായി തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തിയെന്നായിരുന്നു റിപ്പോർട്ട്. തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർക്കുലീസ് C-130 ചരക്ക് വിമാനമാണ് പാകിസ്ഥാനിലെത്തിയത്. പാക് സൈന്യത്തിൻ്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയതെന്നും റിപ്പോർട്ടുകൾ പറഞ്ഞു. ഇതോടെയാണ് തുർക്കി പാകിസ്ഥാന് സൈനിക സഹായം നൽകിയെന്ന റിപ്പോർട്ടുകൾ ശക്തമായത്. അതിനിടെ പാകിസ്ഥാന് സൈനിക സഹായം നൽകിയെന്ന വാർത്തകൾ നിഷേധിച്ച് തുർക്കി രംഗത്ത് വന്നു. വിമാനം പാകിസ്ഥാനിൽ ഇറക്കിയത് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയായിരുന്നു എന്ന വിശദീകരണമാണ് തുർക്കി നൽകുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ പറഞ്ഞു. ലോകത്ത് ഒരു യുദ്ധം കൂടി തുർക്കി ആഗ്രഹിക്കുന്നില്ലെന്നും എർദോഗാൻ വ്യക്തമാക്കി. പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് തുർക്കി. പാകിസ്ഥാൻ്റെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരാണ് തുർക്കി. ഇന്ത്യക്കെതിരെ പ്രസിഡന്റ് എർദോഗാൻ പാകിസ്ഥാനെ ഉപയോഗിക്കുമോ? ഈ ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുർക്കി അപലപിച്ചിരുന്നു. എന്നാൽ തുർക്കിയുടെ പ്രസ്താവനയിൽ ഇന്ത്യയുടെ പേര് പോലും പരാമർശിച്ചിരുന്നില്ല. ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റ് രാജ്യങ്ങൾ ചെയ്ത പോലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടില്ല. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്ക് സഹായ വാഗ്ദാനം ചെയ്തില്ല. രാഷ്ട്രീയമായി പാകിസ്ഥാനുമായി തുർക്കിക്ക് അടുത്ത ബന്ധമുണ്ട്. കാശ്മീരുമായി ബന്ധപ്പെട്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. എന്നാൽ കാശ്മീർ വിഷയം UN ഉൾപ്പെടെ ഉയർത്തിയ നേതാവാണ് എർദോഗാൻ. UN ജനറൽ അസംബ്ലിയുടെ 78ാമത് ഉന്നതതല സമ്മേളനത്തിൽ ലോക നേതാക്കളോട് നടത്തിയ പ്രസംഗത്തിലാണ് എർദോഗാൻ കാശ്മീർ വിഷയം ഉന്നയിച്ചത്. ദക്ഷിണേന്ത്യയിൽ പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയും സഹകരണത്തിലൂടെയും കാശ്മീരിൽ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം സ്ഥാപിക്കണമെന്നാണ് എർദോഗാൻ പറഞ്ഞത്. തുടർന്നും കാശ്മീർ വിഷയത്തിൽ എർദോഗാൻ പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. 2025 ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ സന്ദർശന വേളയിലാണ് കശ്മീർ വിഷയത്തിൽ വീണ്ടും എർദോഗാൻ അഭിപ്രായം പറഞ്ഞത്. പിന്നാലെ എർദോഗൻ്റെ പരാമർശങ്ങൾക്കെതിരെ ഇന്ത്യ രംഗത്തു വന്നു. ഇന്ത്യയുടെ പ്രാദേശിക സമഗ്രതയെയും പരമാധികാരത്തെയും കുറിച്ചുള്ള ഇത്തരം അനാവശ്യ പ്രസ്താവനകൾ സ്വീകാര്യമല്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. മാത്രമല്ല, വിഷയത്തിൽ തുർക്കി അംബാസഡറെ ശക്തമായ പ്രതിഷേധവും ഇന്ത്യ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ ലോകരാജ്യങ്ങളെല്ലാം അപലപിക്കുമ്പോൾ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ പാകിസ്ഥാനോടൊപ്പം നിൽക്കുമെന്നാണ് ചൈന പറഞ്ഞത്. പിന്നാലെയാണ് തുർക്കി വിമാനങ്ങൾ കറാച്ചിയിൽ പറന്നിറങ്ങിയത്. നാളിതുവരെയുള്ള തുർക്കിയുടെ നടപടികൾ വിലയിരുത്തുമ്പോൾ ഇന്ത്യ പാക് വിഷയത്തിൽ തുർക്കി പാകിസ്ഥാനൊപ്പം നിൽക്കാനാണ് സാധ്യതയെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം.